എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു വീതം ഞാൻ മാറ്റി വെച്ച് തുടങ്ങി. ഇന്നലെ തുടങ്ങി ഞാൻ മാറ്റി വെച്ചു. അപ്പം ഇനി ഇങ്ങനത്തെ നല്ല വിശ്വസനീയമായ കാര്യങ്ങൾ ഞാൻ ചെയ്യണമെന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ അതുപോലെ തന്നെ സഹായം ചോദിക്കുന്നതൊന്ന് കുറയ്ക്കുക. ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ കാശോ പണമൊന്നുമില്ല. എനിക്ക് 2 കുടുംബം നോക്കണം. അതായത് ഒന്ന് എൻ്റെ കുടുംബം, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഞങ്ങളിപ്പോൾ കടപ്പള്ളി താമസിക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട് ഞാൻ നിൽക്കുന്നത് റെൻറ്റിനൊക്കെയാണ്. പിന്നെ എൻ്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്. മക്കളെയൊക്കെ പഠിപ്പിക്കണം. അപ്പോൾ അതിനെനിക്ക് എൻ്റെ കയ്യിലൊന്നും തരാനൊന്നുമില്ല. പിന്നെ എന്നോട് ആരെങ്കിലുമൊക്കെ ഹെൽപ്പൊക്കെ പറഞ്ഞാൽ പിന്നെ എൻ്റെ യൂട്യൂബിൽ നിന്ന് ഉദ്ദേശിക്കുന്നതിൽ പരം കൂടുതൽ പേയ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ അതിൽ നിന്ന് ഞാനൊരു വീതം, പിന്നെ എല്ലാ ദിവസവും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നതിൽ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വീതം എനിക്കിങ്ങനെ ചാരിറ്റി ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഞാൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ചക്കിയാണ്. വളരെ നന്ദി ചേച്ചി. ചക്കിക്കുട്ടി നൈസ് മേക്കപ്പ്, ലവ് യു ചേച്ചി. സ്ഥലം ഇടപ്പള്ളി. ചേച്ചി എത്ര പഠിച്ചിട്ടുണ്ട്? അതിന് പഠനം ചോദിക്കാനായിട്ട് എന്താണ് പ്രശ്നം? ചേച്ചി പാട്ട് സൂപ്പർ. നെഗറ്റീവ് കമൻസ് നോക്കല്ലേ? ഞാൻ നോക്കാറില്ല. ചേച്ചിയുടെ വോയിസ് സൂപ്പറാണ്. താങ്ക് യു സോ മച്ച്. ഫേവറേറ്റ് ഫുഡ് എന്താ? നാടൻ ഫുഡാണ് എനിക്കിഷ്ടം. ചേച്ചി സുന്ദരിയാണ്. താങ്ക് യു. ഒരു ചിരി കണ്ടാൽ കളി കണ്ടാൽ അത് മതി, ഒരു വിളി കേട്ടാൽ അത് മതി. യൂട്യൂബിലെ ഇൻകം വെളിപ്പെടുത്താമോ? സോറി, ആവേശം മൂവി പാട്ട് അറിയില്ല. ഇത് ഇന്ന് തിരുവല്ലയിൽ പോയപ്പോൾ തൊട്ട പൊട്ടാണല്ലോ. അതെ, ഇന്ന് തിരുവല്ലയിൽ പോയപ്പോൾ തൊട്ട പൊട്ടാണ്. ഈ ഡ്രസ്സ് ഈ പൊട്ടിൻ്റെ കളറായിരുന്നു എൻ്റെ ഡ്രസ്സ്. പക്ഷേ ഡ്രസ്സ് മാറിയിട്ട് പൊട്ട് മാറാൻ മറന്നുപോയി. പെട്ടെന്ന് ലൈവിൽ അങ്ങോട്ട് കയറി വന്ന്. പാട്ട് സൂപ്പർ. താങ്ക് യു. എറണാകുളത്താണോ? അതെ, എറണാകുളത്താണ്. നിമിഷയുടെ ചിരി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ പേര് ഷെമി എന്നാണ്. നാളെ പെരുന്നാളാണ്. ഇത് വീട്ടിൽ വന്നാൽ ബിരിയാണി തരാം. വരട്ടെ വീട്ടിൽ. ബിരിയാണി തരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണോ? എവിടെ സ്ഥലമെന്ന് പറയുമോ? എന്നാൽ ഞാൻ വരാം. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഷെമി മോളെ ഈദ് മുബാറക്ക്. ഓക്കെ, എനിക്കറിയില്ല കേട്ടോ ഇങ്ങനെയാണോ എന്ന്. എന്നാലും ഞാൻ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ചെയ്താണ് ഈദ് മുബാറക്ക്. അപ്പം വീട് എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ വരാൻ പറ്റുമോ നോക്കാം, ഇവിടെ അടുത്തൊക്കെ ആണെങ്കിൽ. ചേച്ചി അഖിൽ നെഗറ്റീവ് കമൻറ്റിനോട് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? പോ അണ്ണാച്ചി, പിന്നെ വാ. ചേച്ചിക്ക് ജാടയുണ്ടോ? ഉണ്ട്. ഒരു ചാക്ക് ഇത് അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്, ഒരു ചാക്ക് ഇപ്പുറത്ത് കെട്ടി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു ചാക്ക് തന്നു വിടാം. വേണോ? തൂക്കി വിറ്റാൽ മതി, നല്ല വില കിട്ടും. നീലനിലവേ അറിയില്ല. അതൊന്നും എനിക്ക് ആ ഹൈ പിച്ചുള്ള പാട്ടൊന്നും പാടാറില്ല. സുന്ദരിയാണല്ലോ ചേച്ചി. പുതിയ മൂവി ഉണ്ട്. ചേച്ചി ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടുണ്ട്, തൊടുപുഴ. ഷിബിന ലിച്ചു ആണോ? വന്നിട്ടുണ്ട്. തൊടുപുഴ ഞാൻ വന്നിട്ടുണ്ട്. ചെയിൻ എവിടെ നിന്ന് വാങ്ങിയാണെന്ന് പറയുമോ? എൻ്റെ കഴുത്തിലുള്ള ചെയിൻ എവിടെ നിന്ന് വാങ്ങിയതാണിത്? ചാലക്കുടിയാന്ന് തോന്നുന്നു. തൊമ്മൻകുത്തിൽ ചേച്ചി വന്നിട്ടില്ലേ? ഉണ്ട്. ചേച്ചി സുഖമാണ്. ജൂബി ഫിലിപ്പ്. പിന്നെന്താണ്? ഞാൻ തരാം ബിരിയാണി നാളെ. എൻ്റെ വീട് ഇടപ്പള്ളിയിൽ ഇവിടെ കമൻറ്റ് വായിച്ചപ്പോൾ കൂടെ അങ്ങ് വന്നു പോയതാ. അപ്പോൾ എൻ്റെ വീട് ഇടപ്പള്ളി ജവാൻ ക്രോസ് റോഡാണ്. നിങ്ങൾ വരികയാണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് ബിരിയാണി എത്തിച്ചാൽ നന്നായിരിക്കും. നാളെ എല്ലാവരും ഈദൊക്കെ ആശംസിക്കല്ലേ, എല്ലാവരും ആഘോഷിക്കല്ലേ. അപ്പോൾ നിങ്ങൾ എന്നോടുള്ള സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് ബിരിയാണി എത്തിച്ചാൽ നല്ലതായിരിക്കും. ഫുഡ് കഴിച്ചു. പുതിയ മൂവി നെയിം അത് പിന്നെ ഞാൻ പറയാം. ഹലോ ആതിര. ആതിര. പിന്നെ ഫായിസ് നിഹാല. ഹലോ നിഹാല. ശ്രീകുട്ടിക്കൊരു ഹായ്. ശ്രീലക്ഷ്മി. ഹലോ ശ്രീലക്ഷ്മി. ഹായ്. ഈ വർഷം പുലിയാവുന്നുണ്ട്. ഓണത്തിന് കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോൾ കണ്ടായിരുന്നു ചേച്ചിന്. ഈ വർഷത്തെ കാര്യം ഒന്നും തീരുമാനമായിട്ടില്ല. ഉണ്ടാവോ ഇല്ലയോ എന്നൊന്നും അറിയില്ലടേ. ബിഗ് ബോസ് ഞാൻ കാണാറില്ല. ഫേസ്ബുക്കിൽ ഇങ്ങനെ റീല് വരത്തില്ലേ, അതിങ്ങനെ ഇന്ന് കാണും, അത്ര തന്നെ. ചേച്ചി സുന്ദരിയാണ്. താങ്ക് യു. സിനു പറയുന്നു ചേച്ചി സുന്ദരി അല്ല. സിനു നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ. ഫേസൊക്കെ കണ്ട് നല്ല മുടിയൊക്കെ ഇങ്ങനെ മറ്റേ കാളിയെപ്പോലെ ഇതിങ്ങനെ കഴിച്ചിട്ടിട്ട് നല്ല രസമുണ്ടല്ലോ ഷിനുവിനെ കാണാനായിട്ട്. ഷിനു സൂപ്പറായിട്ടുണ്ടല്ലോ, അടിപൊളി, സൂപ്പർ സുന്ദരി കുട്ടിയാണ് കേട്ടോ. സോ ക്യൂട്ട് ആം, ഐ ലൈക്ക് ഇറ്റ്. കാസർഗോഡ് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ, ഞാൻ ഇതുവരെ വന്നിട്ടില്ല കാസർഗോഡ്.